മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. അന്നത്തെ ഗ്രൗണ്ടല്ല ഇപ്പോഴത്തെ ഗ്രൗണ്ടെന്ന് മുൻ ഫുട്ബോൾ താരം കുണ്ടുകാടൻ അബൂബക്കർ. കുറച്ച് ദിവസങ്ങളായി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ ചൊല്ലി നടക്കുന്ന സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള ആ പഴയ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പറമ്പ് മാതിരിയായിരുന്നു. ആ പറമ്പിൽ ഒരു കുളം ഉണ്ടായിരുന്നു, മരങ്ങളുണ്ടായിരുന്നു, കുറേ നമ്മൾ സപ്പോർട്ടില്ലേ ആ മരങ്ങളുണ്ടായിരുന്നു, ഒരു വലിയൊരു പൂളുണ്ടായിരുന്നു, പിന്നെ ഒരു കുളമായിരുന്നു. പിന്നീട് ഞങ്ങളൊക്കെ വന്നതിന് ശേഷം അത് വിചാരിച്ച് ആ കാലത്ത് അവിടെ വീടുകളൊന്നുമില്ല, വെറും ഒരു വലിയൊരു വരമ്പായിരുന്നു. പിന്നീട് അത് റോഡായി വന്നു. ഈ റോഡായി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ തെക്ക് വശവും പടിഞ്ഞാറ് വശവും വടക്ക് വശവും ആൾക്കാർ വീട് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആ സ്ഥലം കയ്യേറിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഇതിൽ. പിന്നെ ഈ ഗ്രൗണ്ട് ഇപ്പോഴത്തെ നേരത്തിന് നമുക്ക് നേരാക്കി വെള്ളം വരാതെ ഗ്രൗണ്ട് ശരിയാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചിറ നേരാക്കണം. ചിറ എന്ന് പറഞ്ഞില്ലേ, അത് ഒന്നില്ല, അതിനെന്തെങ്കിലും സംവിധാനം കാണുക, അതല്ലെങ്കിൽ വർഷകാലം തുടങ്ങാട്ടി മുന്നേ ചിറ റിപ്പയർ ചെയ്യുക. വെള്ളം തടഞ്ഞത് ഞാനിപ്പോൾ ഇടയ്ക്ക് പല പ്രാവശ്യം അവിടെ പോകാണ്ടായി. ഈ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഗ്രൗണ്ടിൽ പോയി നോക്കുന്ന ഒരാളാണ്. ഗ്രൗണ്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താ നോക്കുന്നത്, ഇടയ്ക്ക് പോയി നോക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഇതിനൊന്നും ഒരു പോകാൻ വഴി എനിക്ക് കാണുന്നില്ല. ഈ ഗ്രൗണ്ട് നടക്കണമെങ്കിൽ പണി ചെയ്യാനുള്ളൂ. ഇത് രണ്ട് വിഭാഗങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് വിഭാഗം നടത്തുന്നത് സമരം അവർ ഓരോ ഒത്തുതീർപ്പിലെത്തി എന്നാലേ വടക്കാഞ്ചേരി ഗ്രൗണ്ടിന് ഒരു വികസനം ഉണ്ടാവുള്ളൂ. കക്ഷി രാഷ്ട്രീയത്തെ മുതലെടുക്കാൻ വേണ്ടിയാണ് ഒരു കാരണവശാലും വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലെ ഗ്രൗണ്ട് നന്നാവില്ല. കക്ഷി രാഷ്ട്രീയം മറന്ന് വടക്കാഞ്ചേരി ഗ്രൗണ്ടിനെ സംരക്ഷിക്കുകയാണ് വേണ്ടതെന്ന് കുണ്ടുകാടൻ അബൂബക്കർ പറഞ്ഞു. പണ്ടുകാലത്ത് ചെറിയ ഒരു കളിക്കളമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഗ്രൗണ്ടിനോട് ചേർന്ന് കിടന്നിരുന്ന കുളം തൂർക്കുകയും മരങ്ങൾ മുറിച്ചു കളയുകയും ചെയ്താണ് വിശാലമായ ഗ്രൗണ്ട് നിർമ്മിച്ചത്. ഗ്രൗണ്ടിന്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നടക്കാനായി വരമ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന വീടുകൾ പണ്ടുകാലത്തില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നാടൻ പുല്ലുള്ള അപൂർവം ചില ഗ്രൗണ്ടുകളിൽ ഒന്നാണ് വടക്കാഞ്ചേരിയിലേത്. 1965 മുതൽ 1972 വരെ താൻ വടക്കാഞ്ചേരി ഗ്രൗണ്ടിലെ സ്ഥിരം കളിക്കാരനായിരുന്നു. ഇപ്പോഴും വടക്കാഞ്ചേരി ഗ്രൗണ്ടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് താനെന്നും പഴയ ഫുട്ബോൾ താരം കുണ്ടുകാടൻ അബൂബക്കർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.